ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഈക്വലൻസ് റിലേഷൻ സ്റ്റാർട്ടിങ് പറഞ്ഞ എന്താണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ വിച്ച് സാറ്റിസ്ഫൈസ് റിഫ്ലെക്സീവ്, symmetric and transitive, then that relation is called equivalence relation. Okay, so we are consider one example, that is set of all congruent triangles form an equivalence relation. That form is an equivalence relation. അതായത് ഒരു കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെ സെറ്റ് എന്നാണ് ഒരു ഈക്വലൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ്. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരും എന്താണ്, ഇപ്പോൾ ഒരേ പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ ഉള്ളിൽ കുറേ ട്രയാങ്കിൾസ് ഉണ്ട്. T1, T2, T3, T4 എന്ന് പറയുന്ന കുറേ ട്രയാങ്കിൾസ് ഉണ്ട്. Tn എത്രയും കുഴപ്പമില്ല, ഇത്ര എണ്ണം വേണമെങ്കിട്ടെ, കുറേ ട്രയാങ്കിൾസ് ഉണ്ട്. അത് വെറും ട്രയാങ്കിൾസ് അല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്ത് ട്രയാങ്കിൾസ് ആണ്? കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡും ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും സെയിം ആയിരിക്കും, അളവ് സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അങ്ങനെ ആ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എല്ലാം ഒരു ഈക്വലൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇതല്ല ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആ തന്നിരിക്കുന്ന ഈക്വലൻസ് റിലേഷന്റെ ഡെഫിനിഷൻ എഴുതിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ബോർഡിൽ എഴുതുന്നില്ല, നിങ്ങൾ എഴുതണം എക്സാമിന്. എന്താണ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമുക്ക് ചിലപ്പോൾ അറിയാത്ത, ഞാൻ പഠിപ്പിക്കാതെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാത്ത എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റ് മാത്സ് പാസ്സാവാനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണത്. എല്ലാ ക്വസ്റ്റ്യനും 90% ക്വസ്റ്റ്യൻസും പ്രൂവ് ദാറ്റ് എന്നായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഷോ ദാറ്റ്. അപ്പോൾ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പ്രൂവ് തന്നെ വേണം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് അറിയാൻ ഡെഫിനിഷൻ പഠിക്കണം. അതുകൊണ്ട് ടീച്ചർ എടുത്തുന്ന എല്ലാ ഡെഫിനിഷൻസും നന്നായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നല്ല നീറ്റായിട്ട് എഴുതുക. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കൊണ്ട് ഒഴിവാക്കി കിട്ടും. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? We have to prove that the relation R is an equivalence relation. For that, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? We have to prove. എന്തൊക്കെ പ്രൂവ് ചെയ്യണം? Number 1, it is R is reflexive. R എന്താണ്? റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Number 2, R is symmetric. R എന്നുള്ളത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. Number 3, R is transitive. ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾ നീറ്റായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ പേപ്പർ നോക്കുന്ന ഒരു ടീച്ചറിന് തോന്നും എന്താണ്, ഈ കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് ധാരണ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഫുള്ളി ശരിയാക്കിയില്ലെങ്കിലും എല്ലാ ടീച്ചർമാരും, മാത്സ് ടീച്ചർമാരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, പാവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചുമ്മാ പറയണം മാത്സുകാർ ഭയങ്കര പുലികളാണ്, അതൊക്കെ വെറുതെയാണ്, എല്ലാവരും പാവങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും മനസ്സിനൊരു ദയ തോന്നും, ദയല്ല, ഒരു മനസ്സിനൊരു കുളിർമ കിട്ടും. ഈ കുട്ടിക്ക് അറിയാം, പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം, ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോളും എന്ന് വിചാരിച്ച് മിനിമം 10-15 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒരു സ്ലോലി ചിന്തിക്കുക. ചുമ്മാ ചില ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാല്യുവേഷൻ പോയാൽ കാണാം, ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ അതുപോലെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതൊക്കെ പൊട്ടത്തരാ, ഒരു മാർക്ക് പോലും കിട്ടില്ല. അതല്ല എഴുതേണ്ടത്, എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ അത് മനസ്സിലാക്കിയ മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ എഴുതി വെച്ചാൽ മാർക്കൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ. അത് എഴുതിക്കുക. ഫോർ ദീസ്, അതിനു വേണ്ടി വി വാണ്ട് ടു പ്രൂവ് അല്ലെങ്കിൽ വി വാണ്ട് ടു ഷോ എന്താണ്? R ഈസ് റിഫ്ലെക്സീവ്, R ഈസ് സിമെട്രിക്, R ഈസ് ട്രാൻസിറ്റീവ്. ഇത് 3 എഴുതിക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഒന്നും കൂടി എഴുതാണ് എന്താണ് റിഫ്ലെക്സീവ്. പരമാവധി ഡെഫിനേഷൻ വെച്ചിട്ടാണ് എല്ലാ പ്രൂഫും നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഒന്നാമത്തെ പ്രൂവ് ചെയ്യാൻ പോവാണ് റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന ഹെഡിങ് എഴുതി. ഞാനത് പ്രൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡെഫിനേഷൻ കൂടി ചുമ്മാ എഴുതിയിരിക്കും. എന്താണ്? എ റിലേഷൻ ആർ, ചുമ്മാ ഡെഫിനേഷൻ എഴുതിക്കുക. ഞാൻ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. എ റിലേഷൻ ആർ on a set X is said to be reflexive if A related to A for every A belongs to X. ആ X എന്നുള്ള സെറ്റിലെ എല്ലാ എലിമെന്റ്സും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഇതാണ് ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കുക. ഞാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ ഡെഫിനിഷൻ എഴുതി ആ ഡെഫിനിഷൻ ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ചോളൂ കേട്ടോ.
ഒന്നുമില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമായതുകൊണ്ട് അത് ഒരു ബോറ് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഡെഫിനേഷനെ ഒരു ബോക്സിലാക്കി വെക്കും. ഓക്കെ, എൻ്റെ ഒരു ഐഡിയ ആണ്, നിങ്ങൾ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ T1 എന്നുള്ള വെറും ട്രയാങ്കിൾ അല്ല, കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ. T1 എന്നുള്ള ട്രയാങ്കിള് അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് അല്ലേ, ഒരു ട്രയാങ്കിൾ അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് സിൻസ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്, ഇത് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിന്റെ സെറ്റ് ആണ്. അപ്പോൾ T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T1 itself. T1 അതിനോട് തന്നെ എന്താണ്, കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ T2 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. അപ്പോൾ അതിന്റെ മീനിങ് എന്താ, T1 റിലേറ്റഡ് ടു T1, T2 റിലേറ്റഡ് ടു T2 എക്സെട്ര. അങ്ങനെ പോകുമ്പോൾ every triangles in that set, every congruent triangles in that set congruent to itself, അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്. കാരണം ആ ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ അത് സെയിമിൽ തന്നെ വരിക. അപ്പോൾ നമുക്ക് എന്തായി, റിഫ്ലെക്സീവ് എന്നുള്ള റിലേഷൻ A റിലേറ്റഡ് ടു A, അതായത് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് എലമെന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത് ലാസ്റ്റ്, ദാറ്റ് ഈസ് എവരി ട്രയാങ്കിൾസ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് ട്രയാങ്കിൾ ഇറ്റ്സെൽഫ്, therefore it is reflexive. അതെന്തായി മാറി, അത് റിഫ്ലെക്സീവ് ആയി മാറി. R is a reflexive. അതൊരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പ്രൂഫ് കണ്ട മനസ്സിലായല്ലോ, എല്ലാ പ്രൂഫും അഡ്ജസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അത് റിഫ്ലെക്സീവ് അല്ലെങ്കിൽ റിഫ്ലെക്സീവ് എന്ന് എഴുതി വെക്കണം നമുക്ക്. കാരണം എന്താ, എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ വരുള്ളൂ. അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആ റിഫ്ലെക്സീവ് എന്ന കൺസെപ്റ്റ് പ്രൂവ് ദാറ്റ് ആണെങ്കിൽ മാത്രം, ചെക്ക് വെതർന്നാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ ചോദിക്കാറില്ല, എല്ലാ ക്വസ്റ്റ്യനും പ്രൂവ് ദാറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് എന്ന് കിട്ടി. ഇതേപോലെ രണ്ടാമത്തെ ഹെഡിങ് എഴുതാം, സിമെട്രിക്. Symmetric relation എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതണം, a relation R on a set X is said to be symmetric if എന്താണ്, if A related to B ആണെങ്കിൽ then B related to A ആയിരിക്കണം. A ബിയോട് റിലേഷൻ ആണെങ്കിൽ തിരിച്ച് ബി എയോട് റിലേഷൻ ആവണം എന്നാണ്. സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം, ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് അല്ലേ. അപ്പോൾ ലെറ്റ് എന്നെടുക്കുകയാണ് നമ്മൾ, T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. T1 എന്നുള്ള ഒരു ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ടു T2 എന്നാണ്. നമ്മൾ മാത്സ് നോക്കണ്ട, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ A and B എന്ന് പറഞ്ഞാലും B and A എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അതുപോലെ അല്ലേ ഇത്, T1 എന്ന് പറഞ്ഞ ട്രയാങ്കിള് കോൺഗ്രുവൻ്റ് ടു T2 ആണ്. അപ്പൊ തിരിച്ചു വരില്ലേ അല്ലെ. കോൺഗ്രുവൻസി പറഞ്ഞാൽ എന്താ, ആ ട്രയാങ്കിളിന്റെ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ തിരിച്ചും വരില്ലേ. therefore ഓട്ടോമാറ്റിക്കലാണ് എന്താണ്, T2 is also congruent to T1 അങ്ങനെ ഉണ്ട്. അതായത് A റിലേറ്റഡ് ടു B എങ്കിൽ എന്താണ്, B റിലേറ്റഡ് ടു A ആണ്. therefore പ്രൂഫ് കഴിഞ്ഞു, ഇറ്റ് ഈസ് സിമെട്രിക്. അതെന്തായി മാറി, സിമെട്രിക് ആയി മാറി. എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്യണ്ടേ. അതായത് A റിലേറ്റഡ് B എന്ന് എടുക്കണം നമ്മൾ. എന്താ A റിലേറ്റഡ് ടു B, ഓരോ പ്രോബ്ലത്തിനും ഓരോ കണ്ടീഷനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2 എന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, T2 ഈസ് ഓൾസോ കോൺഗ്രുവൻ്റ് ടു T1 എന്ന് വരും. ഓക്കെ, ദെൻ അതും കഴിഞ്ഞു. അടുത്ത സിമ്പിൾ തന്നെയാണ്. എന്താണ് ലാസ്റ്റത്തെ, ട്രാൻസിറ്റീവ് എടുക്കുകയാണ്. അതായത് a relation R in our set is said to be transitive if രണ്ട് കാര്യങ്ങൾ ആദ്യം അസ്യൂം ചെയ്യണം. എന്താണ്, A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C. രണ്ട് കാര്യങ്ങൾ നടന്നാൽ then മൂന്നാമത്തെ നടക്കുമെന്നാണ് പറയുന്നത്. then A റിലേറ്റഡ് ടു C. അപ്പൊ എന്താണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ, A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C, then A റിലേറ്റഡ് ടു C എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാം. അപ്പോ അതായത് ഇവിടെ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ലെറ്റ് രണ്ട് കാര്യങ്ങൾ ലെറ്റ് ചെയ്യണം, അസ്യൂം ചെയ്യണേ. എന്താണ്, T1 ഈസ് കോൺഗ്രുവൻ്റ് ടു
T2. അത് മാത്രമല്ല അടുത്തതും എന്താണ്? and T2 is congruent to T3. ഓക്കെ, അതായത് T1 കോൺഗ്രുവന്റ് T2 ആണ്, T2 കോൺഗ്രുവന്റ് T3 ആണ്. ഓട്ടോമാറ്റിക്കലാണ് കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് പ്രകാരം ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി T1 is congruent to T3. Therefore നമുക്ക് എന്ത് കിട്ടാം? T1 is congruent to T3. അതായത് it is transitive. അതെന്തായി മാറി? ട്രാൻസിറ്റീവ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് താഴെ എഴുതുന്നതാണ്, അതായത് it satisfies all the three conditions, that is reflexive, symmetric and transitive. Therefore it is an equivalence relation. That is the set of congruent triangles form a satisfies equivalence relation. Okay, thank you. So ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്തുള്ളൂ, 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്രയായാലും നടക്കുന്നില്ല. കാലത്ത് അപ്ലോഡ് കൊടുത്താൽ രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ അപ്ലോഡ് ആവണം, ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കുക, ഈ മോഡൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ തരുന്നുണ്ട് 9020304849. ഓക്കെ, അടുത്ത ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൺഗ്രുവന്റ് മോഡുലോ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടെ എടുത്തുതരാം. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിക്കുക, ഈക്വൽസ് റിലേഷൻ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. അതായത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് കോൺഗ്രുവന്റ് മോഡുലോ ഫോം ആൻഡ് ഈക്വലൻസ് റിലേഷൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്താണ് കോൺഗ്രുവന്റ് മോഡുലോ എന്ന് നോക്കാം. കോൺഗ്രുവന്റ് മോഡുലോ അത്രയേ ഉള്ളൂ. പേര് നിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഫോം ആൻഡ് ഈക്വലൻസ് റിലേഷൻ ചോദിക്കാം. അതായത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ഇതാണ്. അതായത് a minus b is divisible by n. എന്താണ്? a മൈനസ് ബിയുടെ വാല്യൂ ഈസ് n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മോഡലുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്താണ്? a കോൺഗ്രുവന്റ് ടു b mod n എന്ന് വിളിക്കും. a കോൺഗ്രുവന്റ് b mod n. ഇതിന്റെ മീനിങ് എന്താ അറിയോ? a മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ n എന്നാണ്. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം ആൻഡ് ഈക്വലൻസ് റിലേഷൻ ചോദിക്കും. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? a മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ n. അതായത് a കോൺഗ്രുവന്റ് ടു b mod n എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? a മൈനസ് ബിയുടെ വാല്യൂ ഈസ് ഡിവിസിബിൾ ബൈ n എന്നാണ്. ഫോർ എക്സാമ്പിൾ x കോൺഗ്രുവന്റ് ടു y mod n എന്ന് പറഞ്ഞ മീനിങ് എന്താ? x മൈനസ് y ആയിട്ട് തന്നെ രണ്ടാമത് കുറയ്ക്കുക ഈസ് ഡിവിസിബിൾ ബൈ n എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻ, ഈ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കുറെ പ്രാവശ്യം എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഷോദാർ ചിലപ്പോൾ ഇങ്ങനെ ഡെഫിനിഷൻ പറയും, അല്ലെങ്കിൽ കോൺഗ്രുവന്റ് മോഡൽ എന്നൊക്കെ പറയും. ഇങ്ങനെ റിലേഷൻ ഈസ് ഫോം ആൻഡ് ഈക്വലൻസ് റിലേഷൻ ചോദിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ എല്ലാം എഴുതണം. എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ. ഫോർ ദിസ് വി വാണ്ട് ടു പ്രൂവ് ആർ ഈസ് ആൻ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ആർ ഈസ് റിഫ്ലെക്സീവ്, ആർ ഈസ് സിമെട്രിക്, ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് റിലേഷൻ? ആർ എന്ന് പറഞ്ഞ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന്റെ സെറ്റ് ആണ് എന്ത്? ആർ എന്ന റിലേഷൻ. പക്ഷെ ആ സെറ്റില് എന്താ പ്രത്യേകത? എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ എൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻ. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? എ കോൺഗ്രുവന്റ് ടു ബി mod n സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയും ഷോർട്ട് കട്ട് ആയിട്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞാലും ഇതാണ് മീനിങ്. എന്താണ്? എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ n എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ആദ്യത്തെ ഞാൻ എടുക്കേണ്ട റിഫ്ലെക്സീവ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതൊക്കെ ചെയ്യണേ. എന്താണ്?
ഡെഫിനിഷൻ ഒക്കെ ആദ്യം എഴുതണം കേട്ടോ. എന്താണ് റിലേഷൻ ആർ ഓൺ എ സെറ്റ് എക്സ് ഈസ് സെറ്റ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എ റിലേറ്റഡ് ടു എ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഞാൻ തൽക്കാലം എ റിലേറ്റഡ് ടു എ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, എ റിലേറ്റഡ് ടു എ. ഓക്കെ, എ റിലേറ്റഡ് ടു എ ആവണമെങ്കിൽ ഈ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എ കോമ എ എന്നുള്ള എലമെന്റ്സ് എന്തിനുണ്ടാവണം, ആറിലുണ്ടാവണം. ഓക്കെ, മനസ്സിലായോ? എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ എന്ത് വേണം, അവിടെ ഓർഡേർഡ് പെയർ എ കോമ എ ഇതിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിലുണ്ടാവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, എ മൈനസ് ബി ചെയ്യാം. എ മൈനസ് ബി പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റ് കുറച്ച് നോക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നു എ മൈനസ് എ ചെയ്തു. എത്ര വാല്യൂ വരിക, 0. എല്ലാ വാല്യൂസിനും ഡിവിസിബിൾ ബൈ എന്താണ്, n ആണ്. 0നെ എല്ലാത്തിനോടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. 0/2 3 0 0/4 = 0 0/5 = 0. അതായത് എല്ലാത്തിനും നമുക്ക് 0 ഈസ് ഡിവിസിബിൾ ബൈ n ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 0 ഈസ് ഡിവിസിബിൾ ബൈ എനി നമ്പർ n. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ശരിയായി. അതായത് a മൈനസ് എ ഈസ് ഡിവിസിബിൾ ബൈ n കിട്ടി. ദാറ്റ് ഈസ് എ കോമ എ എന്ന് പറയുന്ന ഒരാൾ ആറിലുണ്ട്, ആറിലുണ്ട്. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു എ. അതിന്റെ മീനിങ് എന്താണ്, ആർ ഈസ് റിഫ്ലെക്സീവ്. അത് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, എ റിലേറ്റഡ് ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ എ മൈനസ് ബിക്ക് പകരം 2 എലമെന്റ് സെയിം അല്ലേ, എ മൈനസ് എ എടുത്തു. അത് 0 ആണ്. 0 ഈസ് ഡിവിസിബിൾ ബൈ എനി എല്ലാ നമ്പറും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് സാറ്റിസ്ഫൈഡ്, ആർ ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുകയാണ്, സിമെട്രിക്. സിമെട്രിക് എടുത്തു. എന്താ സിമെട്രിക്കിന്റെ മീനിങ്, ഇഫ് എ റിലേറ്റഡ് ടു ബി, എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ദെൻ ബി റിലേറ്റഡ് ടു എയും ആവണം എന്നാണ്. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എയും ആകണം എന്നാണ് സിമെട്രി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരിക. അതായത് ലെറ്റ് എ റിലേറ്റഡ് ടു ബി, എ റിലേറ്റഡ് ടു ബി എടുത്തു. ദാറ്റ് ഈസ്, അതിന്റെ മീനിങ് എന്താ, ഓർഡേർഡ് പെയർ എ കോമ ബി ബിലോങ്സ് ടു ആർ. മനസ്സിലായോ? എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, എ ബി എന്നുള്ള ആള് റിലേഷനിലുണ്ട്. അത് നമ്മുടെ ഈ റിലേഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്താ വരിക, എ ബി ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്, എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ n എന്ന് പറയും. അതാണ് നമ്മുടെ റിലേഷൻ. എ മൈനസ് ബി ഡിവിസിബിൾ ആണെങ്കിൽ തിരിച്ചും ഡിവിസിബിൾ ആവില്ലേ. ഫോർ എക്സാമ്പിൾ 6 മൈനസ് 3 ഡിവിസിബിൾ ഇക്വൽ ടു 3. 3 ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞൂടെ. തിരിച്ചോ 3 മൈനസ് 6 മൈനസ് 3 ആണ്. അപ്പോഴും ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം. അതുപോലെ തന്നെയാണ് എ മൈനസ് ബി ഡിവിസിബിൾ ബൈ n ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എന്താണ്, ബി മൈനസ് എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ n ആയിരിക്കും. അതായത് ബി കോമ എയും എന്തിനുണ്ട്, നമ്മുടെ റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എന്താണ്, ബി റിലേറ്റഡ് ടു എ. അതായത് നമ്മൾ എടുത്തത് എ റിലേറ്റഡ് ടു ബി എന്ന് എടുത്തു. അപ്പോൾ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ n എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എയും ഡിവിസിബിൾ ബൈ n ആണ്. അതുകൊണ്ട് ബി കോമ എയും റിലേഷനിലുണ്ട്. അതായത് അത് സിമെട്രിക് ആണ്. എ റിലേറ്റഡ് ടു ബിയും ആണ് എങ്കിൽ അതുപോലെ എന്താണ്, ബി റിലേറ്റഡ് ടു എയും ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അതെന്തായി മാറി, സിമെട്രിക് ആണെന്ന് കിട്ടി. ദെൻ സിമെട്രിക്കും കഴിഞ്ഞു, റിഫ്ലെക്സിയും കഴിഞ്ഞു. മൂന്നാമത്തെ ആൾക്ക് കുറച്ച് പണിയുണ്ട്. എല്ലാ പ്രോബ്ലവും ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക കേട്ടോ. അപ്പൊ ട്രാൻസിറ്റീവ് കിട്ടിയില്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എഴുതിച്ചോളൂ. ഓക്കെ, അപ്പൊ മൂന്നാമത് ആണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? എന്താണ്, എ റിലേറ്റഡ് ടു ബിയും ആവണം, ബി റിലേറ്റഡ് ടു സിയും ആയാൽ, ഇത് രണ്ടും നടന്നാൽ മൂന്നാമത്തത് നടക്കണമെന്നാണ്, എ റിലേറ്റഡ് ടു സി. ഇങ്ങനെ മൂന്നും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ട്രാൻസിറ്റീവ് നടക്കണം. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്, ലെറ്റ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി, അത് രണ്ടും നടന്നെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പൊ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ n. ബി റിലേറ്റഡ് ടു സി ആണെങ്കിലോ, ബി മൈനസ് സി ഈസ് ഡിവിസിബിൾ ബൈ n. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് എന്താ, എ റിലേറ്റഡ് ടു സി. അപ്പോ എ മൈനസ് സി ഡിവിസിബിൾ ബൈ എഴുതി അവസാനം. ഓക്കെ, എങ്ങനെ വരുന്നത് നോക്കാം. എ മൈനസ് സി എടുത്തു, കൺസിഡർ
നമ്മൾ എന്തെടുത്തു? കൺസിഡർ എ മൈനസ് സി എടുത്തു. എ മൈനസ് സി നമുക്ക് എന്ത് എഴുതാം? ഞാൻ ചുമ്മാ ഒരു മൈനസ് ബി ഇട്ട് കൊടുത്ത് പ്ലസ് ബി ഇട്ട് കൊടുത്തു. ഒരു മാറ്റം വന്നിട്ടില്ല. മൈനസ് ബി പ്ലസ് ബി ഇട്ടെടുത്ത് പിന്നെ സി ഇട്ടു. ഇപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേം ഡിവിസിബിൾ ബൈ എൻ ആണ്. ഇത് ഡിവിസിബിൾ ബൈ എൻ ആണ്. ഇത്രയും ടേം ഡിവിസിബിൾ ബൈ എൻ ആണ്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ എന്തായി? ഇത് മൊത്തം എന്താണ്? ഡിവിസിബിൾ ബൈ എൻ ഈക്വൽ ടു ഡിവിസിബിൾ ബൈ എൻ. ഓക്കെ, അതായത് എ മൈനസ് സി ഓൾസോ ഡിവിസിബിൾ ബൈ എൻ, ദാറ്റ് ഈസ് എ സി ആറിലുണ്ട്, ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു സി. അപ്പോൾ ഇതെന്തായി മാറി? അത് ട്രാൻസിറ്റീവായി. അതായത് എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് സിയും ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എ റിലേറ്റഡ് ടു സി എന്ന് കിട്ടി. കുറച്ച് സ്പീഡ് കൂടി എന്നറിയാം. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്തു, 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. therefore it is an equivalence relation. അപ്പം അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം അറിയാലോ, എല്ലാ വീഡിയോസിനും അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, മറക്കരുത്, പഠിക്കുക. താങ്ക് യു.